പക്ഷെ അമ്മയുടെ അനുഗ്രഹം, മാതാവിന്റെ അനുഗ്രഹം ഇല്ലാണ്ട് ഒരു കാര്യം നമുക്ക് എത്തിക്കാൻ പറ്റില്ല. ഏത് തലയായാലും, ഇപ്പോഴായാലും ഉണ്ടായാലും ഏതായാലും. അപ്പൊ അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി അദ്ദേഹം കുളിക്കാൻ പോകുമ്പോൾ ശിവൻ പറയുന്നത് ഭഗവാനെ വന്നിട്ട് മുതല രൂപത്തിൽ വന്ന് അദ്ദേഹം കാൽ പിടിക്കുകയാണ്. അപ്പൊ അമ്മയോട് ചോദിക്കുകയാണ്, എൻ്റെ മുതലിനെ കടിക്കുക, എന്നെ തിന്നു, അങ്ങനെ അവസാന സമയത്ത് എനിക്കൊരു അനുഗ്രഹം വേണം സന്യാസികളാണ്. അമ്മയുടെ അനുഗ്രഹം തമ്പയും ഇത് വിട്ടുപോവാണ്. ആപത്സന്യാസം എന്ന് പറയും. മുതൽ വിട്ടുപോയി, കാലം വിട്ടുപോയി. ആപത്സന്യാസം അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. കാല് കടിച്ചിട്ടുണ്ടോ ഐതിഹ്യം പറയണത്? കാല് കടിച്ചിട്ടായിരുന്നു. അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഒരു ഭഗവാൻ തന്നെ വന്ന് കടിച്ചതാണെന്ന്. വന്നതാണ്. എന്നിട്ട് അതെ, അപ്പോ അമ്മയുടെ അനുഗ്രഹം കിട്ടിയ ഉടനെ മുതൽ വിട്ടുപോയി. പിന്നെ അവിടുന്ന് സ്വാമിജി അടുത്ത ഘട്ടം സന്യാസം മേടിക്കാനുള്ള അടുത്ത ഘട്ടത്തിന് വേണ്ടി ഇവിടെ ഓംകാരേശ്വറില് നർമ്മദാ തീരത്തില് ഗോവിന്ദ ഭഗവത് പാദ സ്വാമിജി തന്നെയാണ് സന്യാസം മേടിച്ചത്. അമ്മയുടെ കയ്യിൽ നിന്ന് ആപസന്യാസം എന്ന് പറയും. അത് അമ്മയുടെ അനുഗ്രഹത്തോടും ഗുരു സന്യാസം കിട്ടിയത് ഗോവിന്ദ ഭഗവത് പാദയുടെ നർമ്മദാ തീരത്തിലാണ്. അമ്മയ്ക്ക് അത്ര ഒരു ബന്ധമുള്ളത് അമ്മയുടെ ആണ്. സന്യാസി ആയാലും അമ്മയെ കണ്ട അമ്മയെ നമസ്കരിക്കാം. പക്ഷെ അച്ഛനായതില്ല. അച്ഛനെ മകനായ നമസ്കരിക്കാം, പക്ഷെ അമ്മയ്ക്ക് പാടില്ല എന്ന് പറയും. അതാണ് അമ്മയോടുള്ള അത്. അവസാന സമയത്തും